ഹായ്, അപ്പം എൻ്റെ പേര് അനഘ എന്നറിയാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 5ാമത്തെ ചാപ്റ്റർ ആണ്. ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 10 മാർക്കാണ്. ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആണെന്നറിയാം അല്ലേ, വൈദ്യുതി. നമ്മുടെ കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പറയുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി. ആദ്യം തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു സെല്ലാണ്. എന്ത് സെല്ലാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഈ ചാപ്റ്ററിന് ആകെ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമാണ് റിയാക്ടിവിറ്റി സീരീസ്. അതായത് നമ്മുടെ ചില എലമെന്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? ഹൈഡ്രജൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹൈഡ്രജൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് എലമെന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചു. ആ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഹൈഡ്രജൻ കൊടുത്തിരിക്കുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടിയാ. ഹൈഡ്രജന് മുകളിലുള്ള എല്ലാവരും, അതായത് പൊട്ടാസ്യം മുതൽ ലെഡ് വരെയുള്ള എലമെന്റ്സ് റിയാക്ട് ചെയ്യുമ്പം ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അവർക്ക് റിയാക്ടിവിറ്റി ഭയങ്കര കൂടുതലുമായിരിക്കും. എങ്ങനെയായിരിക്കും? റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. എങ്ങനെ? പൊട്ടാസ്യത്തിനാണെങ്കിൽ എപ്പോഴും റിയാക്ട് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഗോൾഡ് എടുക്കുമ്പോൾ ഹൈഡ്രജനെക്കാട്ടി താഴെയുള്ളതാണ് ആര്? കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഇവര് നാലും റിയാക്ടിവിറ്റി ഭയങ്കര കുറവായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഗോൾഡ് ഇടുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഗോൾഡ് ഇടുന്നത്? അത് റിയാക്ട് ചെയ്യില്ല. അതൊരിക്കലും റിയാക്ട് ചെയ്യില്ല. പക്ഷെ നമ്മൾ പൊട്ടാസ്യം ആയിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ശരീരത്തിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഗോൾഡ്, സിൽവർ വലിയ കുഴപ്പമില്ല. പക്ഷെ സിൽവറിന്റെ കേസ് നിങ്ങൾക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ കറക്കുമില്ലേ നമ്മുടെ സിൽവർ. നമ്മളത് വീണ്ടും വാഷ് ചെയ്തിട്ടായിരിക്കും വീണ്ടും യൂസ് ചെയ്യുന്നത്. അത് ട്രീറ്റ് ചെയ്യും. നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സിൽവർ എടുക്കുന്നത്, അതായത് വെള്ളി ജൂലേഴ്സ് എല്ലാം എന്ത് ചെയ്യും? കറുത്ത് തുടങ്ങും. അതിൽ അഴുക്ക് കയറിയ പോലെ തോന്നില്ലേ? പക്ഷെ ഗോൾഡിനകത്തും അഴുക്ക് കയറുന്നില്ലേ? പക്ഷെ നമ്മൾ അങ്ങനെ കറുത്തതായിട്ട് നമുക്ക് തോന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് റിയാക്ടിവിറ്റി സീരീസ്. ഈ റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റും. കാര്യം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സെല്ല്, ഏതാണ് ആനോഡ്, എങ്ങനെയാണ് ആ റിയാക്ഷൻ നടക്കുന്നത്, കാഥോഡ് എങ്ങനെ എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് നമ്മളുടെ ഇലക്ട്രോ കെമിസ്ട്രി. പറഞ്ഞു അല്ലെ, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ മിസ് എന്താ പറഞ്ഞത്? ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നുമുണ്ട് അല്ലെ, ആ റിയാക്ഷൻ നടക്കാൻ വേണ്ടി. അതിനാണ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോ കെമിസ്ട്രി തന്നെ 2 ടൈപ്പ് ഉണ്ട്. എങ്ങനെ? 2 ടൈപ്പ്. ഒന്നാമത്തെ ടൈപ്പാണ് മിസ് എഴുതി വെച്ചിരിക്കുന്നത്, ഗാൽവനിക് സെല്ല് അല്ലെ. ഇത് ഒന്നാമത്തെയാണ് ഗാൽവനിക് സെല്ല്. മിസ് കാണിച്ച ആദ്യത്തെ പിക്ചേഴ്സും ഒക്കെ ഓർമ്മയുണ്ടോ? മിസ് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് എന്ത്? ഒരു ഗാൽവനിക് സെല്ലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഗാൽവനിക് സെല്ല് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാൽവനിക് സെല്ല് ഏതാ, ആനോഡ് റിയാക്ഷൻ ഏതാ, കാഥോഡ് റിയാക്ഷൻ ഏതാ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ 7 മാർക്കിനും അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ 10 മാർക്കാണ്, 4 മാർക്കിനൊക്കെ ചോദിക്കുക. അപ്പൊ ഗാൽവനിക് സെല്ല് എന്തെന്ന് എഴുതുക, അത് നല്ല വൃത്തിയിൽ പേനയും പെൻസിലൊക്കെ യൂസ് ചെയ്ത് നല്ല വൃത്തിയിൽ പടം വരയ്ക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഗാൽവനിക് സെല്ല് എന്ന് പറയുന്നത്. ഗാൽവനിക് സെല്ലിനകത്ത് മിസ് നല്ല കളർഫുൾ ആയിട്ട് വരച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ മിസ് പറഞ്ഞുതരാം എടുക്കുന്ന മെറ്റൽ ഏതാണ്. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന സിങ്കും കോപ്പറുമാണ്. അപ്പൊ സിങ്കും കോപ്പറും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തന്നെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതായത് സിങ്ക് എടുത്താൽ സിങ്ക് സൾഫേറ്റും, കോപ്പർ എടുക്കുമ്പോൾ കോപ്പർ സൾഫേറ്റും ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും വേറെ സൊല്യൂഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സിങ്ക് എടുത്തപ്പോൾ മിസ് എന്ത് എഴുതിയത്? സിങ്ക് സൾഫേറ്റ് ആണ് എടുത്തത്. ഈ സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കും. ഡിപ്പ് ചെയ്ത് വെക്കുന്ന പോലെ നമ്മുടെ കോപ്പർ എന്ത് ചെയ്യും? കോപ്പർ സൾഫേറ്റിനകത്ത് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചു. ഇവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജ് കണ്ടോ? ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലം എന്തിനാന്ന് പറഞ്ഞാൽ ചാർജസ് തമ്മിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാ. അതായത് സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ചാർജസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത്. ഈ സോൾട്ട് ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് ഇവിടെ വേണമെങ്കിൽ, ജി എന്നാണ് മിസ് എഴുതിയത്, ഗാൽവനിക് സെല്ലായോണ്ടാ, വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ബൾബ് കത്തിക്കാം. ആ ബൾബ് എങ്ങനെ കത്തും അല്ലെ, പ്രകാശം കിട്ടും. എങ്ങനെ? ഇനി മക്കള് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ആനോഡും കാഥോഡും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആനോഡ് എന്താ, കാഥോഡ് എന്താ, ഓക്സിഡേഷൻ റിയാക്ഷൻ എന്താ, റിഡക്ഷൻ റിയാക്ഷൻ എന്താന്നൊക്കെ. അപ്പം ആനോഡിന്റെ കേസ് വരുമ്പോൾ ഇവിടെ സിങ്ക് ആണ് എന്ത് ആനോഡ് വരുന്നത്. ഈ സിങ്ക് എന്ന് പറയുന്നത് എന്താ? ആനോഡാണ്. അത് നെഗറ്റീവ് ചാർജ് ആണ്.
ഗാൽവനിക് സെല്ലിന്റെ കേസ് മാത്രമാണ് ആനോഡ് നെഗറ്റീവ് ചാർജ് വരുന്നത്. കാഥോഡ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ്. അത് ഒരിക്കലും മക്കള് മറക്കരുത്. ഇവിടെ മിസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സോൾട്ട് ബ്രിഡ്ജിന്റെ കേസ് പറഞ്ഞു. ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ഫിൽട്ടർ ചെയ്യുന്ന ഫിൽട്ടർ പേപ്പർ പോലാണ്. അത് 3 എലമെന്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സിന്റെ കമ്പൈൻ ചെയ്തിട്ടാണ് സോൾട്ട് ബ്രിഡ്ജ് വരുന്നത്. ഇവിടെ മിസ് എഴുതി വെച്ചിരിക്കുന്ന ഫസ്റ്റ് പോയിന്റ് ആണോ, ഡിപ്പ് എ സിങ്ക് റോഡ് ഇൻ ദ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, ടേക്ക് ഇൻ എ ബീക്കർ. ഈ ഒരു ബീക്കർ, 2 ബീക്കർ നമ്മൾ എടുക്കും. അതിൽ ഒരു ബീക്കറിനകത്ത് സിങ്ക് ഡിപ്പ് ചെയ്ത് വെക്കും. ഏതില്? സിങ്ക് സൾഫേറ്റിനകത്ത്. അടുത്തതിനകത്ത് നമ്മൾ കോപ്പർ ഡിപ്പ് ചെയ്ത് വെച്ചു, കോപ്പർ സൾഫേറ്റിനകത്ത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് മിസ് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് എന്താ? കണക്ട് ദ സൊല്യൂഷൻ യൂസിങ് എ സോൾട്ട് ബ്രിഡ്ജ്. മിസ് പറഞ്ഞു ഈ ഇരിക്കുന്ന എന്താ? സോൾട്ട് ബ്രിഡ്ജ് ആണ്. ഇത് ചാർജ് തമ്മിൽ ബാലൻസ് ചെയ്യാനാണെന്നും പറഞ്ഞു. എ പീസ് ഓഫ് റോൾഡ് ഫിൽട്ടർ പേപ്പർ, അതായത് ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു യു ഷേപ്പ് ആണ്. ഈ യു ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മലയാള അക്ഷരം റാ ഇല്ലേ, റാ തിരിച്ചു വെക്കുന്ന പോലെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഈ യുവിനെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചതാ ഇങ്ങനെ റാ, നമ്മുടെ മലയാള അക്ഷരമായ റാ വെക്കുന്ന പോലെ വെക്കും. അങ്ങനെയാണ് സോൾട്ട് ബ്രിഡ്ജ് വരുന്നത്. ഓക്കെ ആണല്ലോ. അതൊരു ഫിൽട്ടർ പേപ്പർ ആണെന്ന് പറഞ്ഞു. മക്കൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി എക്സാമിന് ചോദിക്കുമ്പോൾ. അടുത്തത്, ആൻഡ് ആഡ് എ ലിറ്റിൽ പൊട്ടാസ്യം ക്ലോറൈഡ്. പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ്. ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 3 സൊല്യൂഷൻസ് വരാം. അതായത് ഏതൊക്കെ എലമെന്റ്സ് വരാം? പൊട്ടാസ്യം ക്ലോറൈഡ്, അലുമിനിയം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്. ഇത് 3ന്റെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും ഫിൽട്ടർ പേപ്പർ ആയിരിക്കും നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ. ഇനി പറയുന്നത് ദിസ് ഫിൽട്ടർ പേപ്പർ ക്യാൻ ബി ഫോൾഡ് ഇൻ ടു യു ഷേപ്പ്. എങ്ങനെയായിരിക്കും യു ഷേപ്പ്? യു ഷേപ്പ് ആയിട്ടല്ല നമ്മൾ വെക്കുന്നത്, തല തിരിച്ചാണ് വെക്കുന്നത്. അതാണ് ഇമേഴ്സ്ഡ് ഇൻ ദ 2 ബീക്കേഴ്സ് കണക്ടിങ് ദ 2 സൊല്യൂഷൻസ് ഇൻ ദം ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സോൾട്ട് ബ്രിഡ്ജ്. ഇത് നിങ്ങൾ സോൾട്ട് ബ്രിഡ്ജ് എന്താണെന്നും 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ക്വസ്റ്റ്യൻസ് വന്നാൽ എഴുതി വെക്കണം. സോൾട്ട് ബ്രിഡ്ജ് എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡും അമോണിയം ക്ലോറൈഡും പൊട്ടാസ്യം നൈട്രേറ്റിന്റെയും ആയിട്ടുള്ള ഒരു ഫിൽട്ടർ പേപ്പർ ആണ്. ഈ ഫിൽട്ടർ പേപ്പർ എന്ന് വെച്ചാൽ യു ഷേപ്പ് ആണ്. അത് നമ്മൾ തലതിരിച്ചാണ് വെക്കുന്നത്. എന്തിനാ വെക്കുന്നത് വെച്ചാൽ ചാർജസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ ആണല്ലോ. കണക്ട് ദ സിങ്ക് റോഡ് ആൻഡ് കോപ്പർ റോഡ് ടു ദ ബൾബ് യൂസിങ് കോപ്പർ വയേഴ്സ്. നമ്മളിവിടെ ബൾബ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അല്ലെ, ബൾബ് യൂസ് ചെയ്ത് കഴിഞ്ഞ് ബൾബ് കത്തുമെന്ന് മിസ് പറഞ്ഞു. ഗാൽവനിക് സെൽ ഈസി അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. അതായത് ഈ ഗാൽവനിക് സെല്ലിൽ തന്നെ മിസ് പറഞ്ഞു ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, ഇവിടെ കുറെ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ എക്സാമിന് ചോദിക്കാം എന്താണ് സെൽ റിയാക്ഷൻ, അതായത് ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന സെൽ റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ മക്കൾ എങ്ങനെ എഴുതും? മിസ് ഇവിടെ പറഞ്ഞു എന്ത്? ഇവിടെ സിങ്കും കോപ്പറും ആണെന്ന് പറഞ്ഞു. ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ആണെന്ന് പറഞ്ഞു. അത് നെഗറ്റീവ് സൈൻ ആണെന്നും മിസ് പറഞ്ഞു. കോപ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, കാഥോഡ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ സിങ്കിന്റെ ആനോഡ് റിയാക്ഷൻ സിങ്ക് ആയിട്ടുണ്ട്. സിങ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ മിസ് എഴുതിയിട്ടുണ്ട് അല്ലേ, ആനോഡ് റിയാക്ഷൻ ആണ്. അതായത് ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് എങ്ങോട്ടാ പോവാ? എപ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക. അതുകൊണ്ടാണ് ആനോഡ്, അതായത് സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക. മക്കൾ ഓർക്കണം, ഇലക്ട്രോൺ അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിക്കകത്ത് പറഞ്ഞു ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഇലക്ട്രിസിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ ഫ്ലോ കറക്റ്റ് ആണെങ്കിൽ, അതായത് ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എങ്ങനെയായിരിക്കും? തിരിച്ചായിരിക്കും. കാഥോഡിൽ നിന്നും ആനോഡ്, അതായത് കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക്. ആനോഡ് സെല്ലിൽ നമ്മൾ പറഞ്ഞു സിങ്ക് ആണ് എടുക്കുന്നതെന്ന്. സിങ്ക് എഴുതുന്നത് ഓക്സിഡേഷനും റിഡക്ഷനും അറിയാം നിങ്ങൾക്ക്. ഒന്നും കൂടെ മിസ് അത് പറഞ്ഞു തരാം ഇത് പറഞ്ഞതിന് ശേഷം. ഓക്സിഡേഷനകത്ത് സിങ്ക് ആണെന്ന് പറഞ്ഞു അല്ലേ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. നമ്മുടെ സിങ്ക് എത്ര ഇലക്ട്രോണെ ലൂസ് ചെയ്യും? 2 ഇലക്ട്രോണെ ലൂസ് ചെയ്യും. എങ്കിൽ മാത്രമേ സിങ്കിന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് സിങ്കിന് 2+ വരുന്നത്. സിങ്ക് സോളിഡ് സ്റ്റേജിൽ നിന്നും, എസ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേജ്, ഈ AQ എന്ന് പറയുന്നത് അക്വസ് ആയിട്ടുള്ള എലമെന്റ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അക്വസ് ആണ് AU എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സിങ്ക് സോളിഡിൽ നിന്നും 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തു. എന്തിന്? സ്റ്റേബിൾ ആവാൻ വേണ്ടി. അങ്ങനെ സ്റ്റേബിൾ ആയതുകൊണ്ട് Zn2+ + 2 ഇലക്ട്രോൺസിനെ അല്ലേ പോയത്?
അതായത് ലൂസ് ചെയ്യുമ്പോൾ പോസിറ്റിവിറ്റി ചാർജ് ആയിരിക്കും, ഗെയിൻ ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെ വാങ്ങിക്കുമ്പോൾ മിസ് പറഞ്ഞ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നമ്മുടെ കോപ്പർ എന്ത് ചെയ്യും? സിങ്ക് ആണ് ഇവിടെ നിന്ന് പറഞ്ഞു, സിങ്ക് ചെയ്തു. കോപ്പർ റിഡക്ഷൻ ആണ് നടക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ പറഞ്ഞ എല്ലാ റിഡക്ഷനിലും, അതായത് നമ്മുടെ ആറ്റത്തിന് കോപ്പറിന് കോപ്പറായിട്ട് നിൽക്കാനാണ് ഇഷ്ടം, അക്യ സൊല്യൂഷൻ ആയി നിൽക്കാൻ കോപ്പറിന് താല്പര്യമില്ല. അപ്പൊ നമ്മുടെ കോപ്പറിന് 2 ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നോണ്ടാണ്, അതായത് 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും എങ്കിലേ സ്റ്റേബിൾ ആവും. അതുകൊണ്ടാണ് 2+ വന്നത്. ആ കോപ്പറിന് 2 ഇലക്ട്രോൺ ലൂസ് ചെയ്യാതിരുന്ന കോപ്പറായിട്ട് നിൽക്കാവല്ലോ. അപ്പൊ അതുകൊണ്ടാണ് Cu2+ 2 ഇലക്ട്രോൺ ഗിവ്സ് Cu സോളിഡ് സ്റ്റേജ്. ഭയങ്കര ഈസി. ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. ആനോഡും കാഥോഡിനും കമ്പൈൻ ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? സെൽ റിയാക്ഷൻ. ഈ സെൽ റിയാക്ഷന് മിസ് പറയാം 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ അത് രണ്ടും നമ്മൾ അങ്ങ് കട്ടാക്കി ഒഴിവാക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാ? സിങ്കും ഉണ്ട്, കോപ്പർ 2+ ഉണ്ട്. അത് രണ്ടും ഒന്നിച്ചെഴുതുക. ഗീവ്സ് എന്താ? റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? സിങ്ക് 2+ ഉണ്ട്, അതേപോലെ Cu ഉണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നതാ ഇങ്ങനെ കണ്ടോ, ഇലക്ട്രോൺസ് രണ്ടും കട്ട് ചെയ്ത് പോയി. ഈ സിങ്കും Cu2+ അത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതി. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ സിങ്ക് 2+ഉം Cu ഇങ്ങനെ വരുമ്പോഴാണ് സെൽ റിയാക്ഷൻ വരുന്നത്. സെൽ റിയാക്ഷൻ എന്ന് പറഞ്ഞ മിസ് പറഞ്ഞു ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എഴുതുന്നതാണ് സെൽ റിയാക്ഷൻ എന്ന്. ഓക്കെ ആണല്ലോ. ഇനി മിസ് കുറച്ച്, അതായത് പൊതുവെ നമ്മുടെ എക്സാംസിന് ചോദിച്ചിട്ടുള്ള സിങ്കും കോപ്പറും അല്ലെങ്കിൽ അലൂമിനിയം കോപ്പർ, കോപ്പർ AG എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. AG എന്ന് പറയുന്നത് ഗോൾഡാണ്. അതായത് കോപ്പർ ഗോൾഡ്, മഗ്നീഷ്യം കോപ്പർ, ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഇലക്ട്രോൺ ഫ്ലോ ആണ് മിസ് പറയുന്നത്. ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് അലുമിനിയത്തിൽ നിന്നും കോപ്പറിലേക്ക് പോകും ആദ്യത്തെ പേര്. രണ്ടാമത്തെ പേര് എന്ന് പറയുന്നത് കോപ്പറിൽ നിന്നും AGയിലേക്ക് ഗോൾഡിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ പേര് എന്ന് പറയുമ്പോൾ മഗ്നീഷ്യത്തിൽ നിന്നും കോപ്പറിലേക്ക് പോകും. ഇതിന്റെ ആനോഡും കാഥോഡും മിസ് ചെയ്തിട്ടുണ്ട്. ആദ്യം പറയുന്ന എല്ലാം ആനോഡുകളാണ്, രണ്ടാമത് പറയുന്ന എല്ലാവരും കാഥോഡുമാണ്. ഓക്കെ ആണല്ലോ. ഇനി അതിന്റെ ആനോഡ് റിയാക്ഷൻ ആണ് പറയുന്നത്. ആദ്യത്തെ ആനോഡ് റിയാക്ഷൻ വെച്ചാൽ നമ്മുടെ അലൂമിനിയം. ആനോഡ് എന്ന് പറയുന്നത് അലൂമിനിയം ആണെന്ന് പറഞ്ഞു. അലൂമിനിയത്തിന് 3 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും. ലൂസ് ചെയ്താലേ സ്റ്റേബിൾ ആവത്തുള്ളൂ. അപ്പോൾ Al3+ 3 ഇലക്ട്രോൺ വന്നു. ആനോഡ് റിയാക്ഷൻ ഒക്കെ ആണല്ലോ. കാഥോഡ് റിയാക്ഷൻ, കാഥോഡിനകത്ത് നമ്മൾ കോപ്പർ ആണെന്ന് പറഞ്ഞു. ഈ കോപ്പർ എന്ന് പറയുമ്പോൾ Cu2+ 2 ഇലക്ട്രോൺസ് കോപ്പറിന് ഇതായിട്ട് നിൽക്കാൻ, അതായത് കോപ്പർ ആറ്റമായിട്ട് നിൽക്കാനാണ് താല്പര്യം എന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ സെൽ റിയാക്ഷൻ വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ 3 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല മറ്റേ കേസിൽ വരെ. അപ്പൊ 2 അലൂമിനിയം + 3 കോപ്പർ 2+ gives 2 അലൂമിനിയം 3+ 3U 3 കോപ്പർ. ഇങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ. 2 അലൂമിനിയം + 3 Cu2+ gives 2 അലൂമിനിയം 3+. ഇത് 3+ ആണ്, 34 എന്ന് വായിക്കരുത്, 3+ ആണ്. ഓക്കെ, 3+ + 3 Cu 3 കോപ്പർ. ഇത് മനസ്സിലായല്ലോ. ഇനി അടുത്ത റിയാക്ഷൻ നമ്മൾ കോപ്പറും അതേപോലെ ഗോൾഡും ആണ് എടുക്കുന്നത്. ആനോഡിനകത്ത് കോപ്പർ ആണെന്ന് പറഞ്ഞു, സെയിം റിയാക്ഷൻ നമുക്ക് എഴുതാൻ അറിയാം. കാഥോഡിനകത്ത് വരുന്നത് ഗോൾഡ് ആണ്. ഗോൾഡ് എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോണെ ആണ് ലൂസ് ചെയ്യുന്നത്. ഗോൾഡിന് ഗോൾഡായിട്ട് നിൽക്കാനാണ് ഇഷ്ടം, അപ്പം AG ആയിട്ട് നിൽക്കും. 1 ഇലക്ട്രോണെ ലൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഗോൾഡായിട്ട് നിൽക്കും, AG ആയിട്ട് തന്നെ നിൽക്കും. അതിന്റെ കേസ് വരുമ്പോൾ എന്താ? കോപ്പർ + 2 AG gives Cu2+ 2 AG. ഇതായിരിക്കും സെൽ റിയാക്ഷൻ വരുന്നത്. ഇനി നമ്മൾ ലാസ്റ്റത്തെ റിയാക്ഷൻ ആയ മഗ്നീഷ്യവും കോപ്പറിന്റെയും കേസാണ് പറയുന്നത്. ആനോഡിൽ വരുന്ന മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം 2+ 2 ഇലക്ട്രോൺസ് വരും. കാഥോഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ കോപ്പർ 2+ 2 ഇലക്ട്രോൺസ് വരും, കോപ്പർ ആകും. സെൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം + Cu2+ കോപ്പർ പ്ലസ് gives മഗ്നീഷ്യം 2+ Cu. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഈ 2 ഇലക്ട്രോൺസും നമുക്ക് കട്ട് ചെയ്ത് കളയാം. മക്കൾ അത് ശ്രദ്ധിക്കണം. പക്ഷെ ഇവിടെ ആണെങ്കിൽ എന്താ? 3 ഇലക്ട്രോൺസും 2 ഇലക്ട്രോൺസും നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അതും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇക്വേഷൻസ് എഴുതിയത്. ഒരിക്കലും തെറ്റുവരുത്. നമ്മൾ ചെറുതായിട്ടൊരു
മിസ്റ്റേക്ക് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻസ് മൊത്തത്തിൽ തെറ്റിപ്പോവും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് മിസ് പറഞ്ഞു. റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സീരീസ് ഇൻ വിച്ച് എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ disagree order of their reactivity is known as reactivity series. മിസ് റിയാക്ടിവിറ്റി സീരീസ് പറഞ്ഞു അല്ലെ. ഈ ഹൈഡ്രജൻ എടുക്കും. ഈ ഹൈഡ്രജൻ എടുക്കുന്ന എന്തിനാ? കമ്പയർ ചെയ്യാനെന്ന് ഓൾറെഡി മിസ് പറഞ്ഞു. ഈ ഹൈഡ്രജന് മുകളിലുള്ള പൊട്ടാസ്യം മുതൽ ലെഡ് വരെ ഉള്ളവർക്ക് ഹൈ ആയിട്ടുള്ള റിയാക്ടിവിറ്റി സീരീസ് ഹൈ ആണ്. ഈ കോപ്പർ മുതൽ ഗോൾഡ് വരെ ഉള്ളവർക്കോ ലോയും ആണ്. ഓക്കെ ആണല്ലോ. റിയാക്ടിവിറ്റി സീരീസ് എടുക്കുമ്പോൾ ഇത് മക്കൾ എന്തായാലും കാണാതെ പഠിച്ചേ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ സെല്ലിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നു. ഒന്നാമത്തെ സെല്ല് പറഞ്ഞു. സെൽ എന്താ നമ്മൾ പറഞ്ഞത്? ഗാൽവനിക് സെല്ലാണ്. രണ്ടാമത്തെ സെല്ലാണ് ഇലക്ട്രോലൈറ്റിക് സെല്ല്. ഇലക്ട്രോലൈറ്റിക് സെല്ല് കഴിഞ്ഞു. 10 മാർക്കാണ് വെയിറ്റേജ് എന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് പഠിക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഈസിയാണ്. There are cells which utilize electrical energy to bring about chemical changes. മിസ് പറഞ്ഞു ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആ റിയാക്ഷനകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിസിറ്റിയെ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി, ഈ ഇലക്ട്രിക്കൽ എനർജി എന്ത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? ആ റിയാക്ഷനിൽ തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കെമിക്കൽ ചേഞ്ചിന് വേണ്ടി. അതിനെയാണ് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് കണക്ട് ഇലക്ട്രിസിറ്റി ഇൻ എ മോൾട്ടൻ സ്റ്റേജ് ഓർ എ അക്വസ് സൊല്യൂഷൻ. ഇത് നമ്മൾ നോക്കണം. ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മോൾട്ടൻ സ്റ്റേജും അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷൻ. ഈ മോൾട്ടൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഉരുക്കുക. നമ്മളിപ്പോൾ പഞ്ചസാര എടുത്ത് ചൂടാക്കുമ്പോൾ അറിയാം ഉരുകും. പഞ്ചസാര സോളിൽ നിന്ന് ചെറിയ രീതിയിൽ ലിക്വിഡിലേക്ക് മാറും. അതേപോലെ അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞു, അതായത് നമ്മുടെ പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ, ഉപ്പ് വെള്ളം, ഇതൊക്കെ അതായത് സൊല്യൂഷൻ ആണ്. വാട്ടറായിട്ട് മിക്സ് ചെയ്തതിനെയാണ് നമ്മൾ അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതാണ് എന്ത്? നമ്മുടെ മോൾട്ടൺ NaCl, അതായത് ഉരുക്കിയ NaClന്റെ കേസാണ് പറയുന്നത്. NaCl ഓക്കെ ആണല്ലോ. ഈ NaCl എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിക്ചർ ഇപ്പൊ മിസ് വരച്ച അത്ര ക്ലിയർ ആയിട്ട് നല്ല വൃത്തിയിലൊന്നും അല്ല. പക്ഷെ മക്കൾ വരയ്ക്കുമ്പോൾ എന്താ നല്ല ക്ലിയർ ആയിട്ട് നല്ല വൃത്തിയിൽ സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ വരയ്ക്കണം. നമ്മുടെ നീറ്റ് ആയിട്ടുള്ള ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ല മാർക്ക് കിട്ടാനുള്ള, അതായത് നമ്മൾ അതിൽ എഴുതുമ്പോൾ ആ മിസ്സിനും പേപ്പർ നോക്കുന്ന ആൾക്കറിയാം എന്താ മക്കൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന്. ഇവിടെ എടുത്തേക്കുന്ന ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ട്. നമ്മൾ 2 ഇലക്ട്രോഡ് എടുക്കും, 2 പ്ലേറ്റ് എടുക്കും. ഇതിനെ നമ്മൾ പറയുന്നതാണ് പ്ലേറ്റ് എന്ന്. അത് ഏത് എലമെന്റ് ഇതാക്കുക. ഇവിടെ നമ്മൾ എടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗാൽവനിക് സെല്ലിന്റെ ആനോഡും കാഥോഡും ശ്രദ്ധിച്ചോ? ആനോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണെന്ന് മിസ് പറഞ്ഞു, കാഥോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണെന്ന് മിസ് പറഞ്ഞു. പക്ഷേ നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെൽസ് എടുക്കുമ്പോൾ ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവും കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. മക്കളോട് എക്സാമിന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഗാൽവനിക് സെല്ലാണോ ഇലക്ട്രോലൈറ്റിക് സെല്ലാണോ എന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. ഇല്ലാതെ നമ്മൾ ആനോഡ് എന്താ കാഥോഡ് എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുതുമ്പോൾ അത് മിസ്റ്റേക്ക് പറ്റാൻ പറ്റും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗാൽവനിക് സെല്ല്, മറക്കരുത്. ഇലക്ട്രോലൈറ്റിക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ പിക്ചർ ഉണ്ട്, നമ്മളൊരു ബാറ്ററിയിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ഇവിടെ എടുക്കുന്നത് NaCl ആണെന്ന് പറഞ്ഞു. അപ്പൊ ഏതിലായിരിക്കും? ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു, കാഥോഡ് റിഡക്ഷൻ ആണ് നടക്കുന്നതെന്ന് മിസ് പറഞ്ഞു. അപ്പൊ നമ്മളെ NaCl മോൾട്ടൺ NaClന്റെ കേസാണ് മിസ് പറഞ്ഞത് അല്ലെ. ഈ മോൾട്ടൺ NaClന്റെ കേസ് എന്ന് പറഞ്ഞാൽ, മോൾട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു സോളിഡ് ആയിട്ട് ഇരിക്കുന്ന സാധനം, നമ്മുടെ ഐസ് അറിയാം, ഐസ് എടുത്ത് പുറത്ത് വെക്കുമ്പോൾ ഉരുകും, ഉരുകിയിട്ട് വെള്ളമായിട്ട് പോകും അല്ലെ. സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുന്നതാണ് ഉരുക്കം, മെൽറ്റ് ചെയ്യും നമ്മള്. ഇവിടെ നമ്മൾ NaCl ആണ്. നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ആണ് NaCl എന്ന് പറയുന്നത്. അത് കോമൺ സോൾട്ട് ആണ് അല്ലെ, ഉപ്പാണ്. നമ്മുടെ വീട്ടിലെ ഉപ്പിനെയാണ് നമ്മൾ NaCl എന്ന് പറയുന്നത്. ഈ NaCl എടുത്തിട്ട് ഒരു പാത്രത്തിനോട്ട് വെച്ചിട്ട് നമ്മൾ ചൂടാക്കും. ചൂടാക്കുന്ന സമയത്ത് അത് ഉരുക്കും. ഈ എന്തുകൊണ്ടാണ് ഉരുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകും. അതിന് മാക്സിമം ആ റിയാക്ഷൻ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മുടെ റിയാക്ഷൻ യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന്. അപ്പൊ ഇവിടെ നമ്മൾ മോൾട്ടൺ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ സോളിഡ് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മോളിക്യൂൾസ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഫിക്സഡ് പൊസിഷൻ ഉണ്ടായിരിക്കും. അവിടുന്ന് എനിക്കിപ്പോൾ ഒരു ഫിക്സഡ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇവിടുന്ന് എനിക്ക് മാറാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ലിക്വിഡിലേക്ക് പോകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഫ്രീഡം കിട്ടും, കുറച്ചൊന്നും നീങ്ങാൻ പറ്റും. ഗ്യാസിലേക്ക് പോകുമ്പോൾ കൂടുതലായിട്ട് ഫ്രീഡം കിട്ടും.
അപ്പൊ ഈ സോളിഡ് സ്റ്റേറ്റിൽ അയോൺസിന് NaCl ഫിക്സഡ് പൊസിഷൻസ് ആണ്, അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലിക്വിഡ് സ്റ്റേറ്റ് ഒന്ന് മെൽട്ട് ആവുമ്പോഴത്തേക്ക് അവിടെ അയോൺസ് എന്ത് ചെയ്യും, മൂവ് ചെയ്യാൻ പറ്റും കുറച്ചെങ്കിലും. അതുകൊണ്ടാണ് നമ്മൾ മോൾട്ടൺ NaCl എടുക്കുന്നത്. ഈ മോൾട്ടൺ NaCl എടുക്കുമ്പോൾ ഈ പിക്ചറിനകത്ത് മിസ് കാണിച്ചല്ലേ, ഈ പിക്ചറിനകത്ത് മിസ് കാണിച്ചിട്ടുണ്ട്. എന്താണ് മിസ് കാണിച്ചേക്കുന്നത്? മിസ് പറഞ്ഞു പിക്ചേഴ്സ് ഒക്കെ നല്ല വൃത്തിയായിട്ട് പേനയും പെൻസിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വരയ്ക്കണം എക്സാമിന്, എനിക്ക് നല്ലൊരു മാർക്ക് കിട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പടം വൃത്തിയായി തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ പടം ഉള്ളതിന് പടം വെച്ച് തന്നെ നിങ്ങൾ എക്സ്പ്ലനേഷൻ പഠിക്കുക, അപ്പൊ നിങ്ങൾ ഒരിക്കലും മറന്നു പോകത്തില്ല. ഇതൊക്കെ ഒരു ടിപ്പാണ്. ഇനി നമ്മൾ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ NaCl സൊല്യൂഷൻ ഉള്ളതാണ് എടുക്കുന്നത്. മിസ് NaCl സൊല്യൂഷൻ ഉള്ളതാണ് എടുക്കുന്നത്. ഈ NaCl സൊല്യൂഷൻ ആണ് മൊത്തത്തിൽ ഇരിക്കുന്നത്. അതായത് നമ്മൾ ഉരുക്കിയ നമ്മുടെ സോഡിയം ക്ലോറൈഡ്, ഈ സോഡിയം ക്ലോറൈഡിനകത്തോടെ നമ്മൾ 2 ഗ്രാഫൈറ്റ് ഇറക്കി വെച്ചിട്ട് നമ്മളത് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. DC അതായത് ഡയറക്റ്റ് കറണ്ടുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചു. ഈ കണക്ട് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾക്കറിയാം അതായത് നമ്മൾ ഉരുകിയ ഉപ്പാണ് എടുക്കുന്നത്. ഉരുകിയ ഉപ്പ് എടുക്കുമ്പോൾ സോഡിയം ക്ലോറിനും എന്താ ഒന്ന് ഇച്ചിരി ഉരുകിയിരിക്കുകയാണല്ലോ അവര്. ഈ ഉരുകിയിരിക്കുന്നതിൽ നമ്മൾ ഗാൽവനിക് സെല്ല് പറഞ്ഞപ്പോൾ പറഞ്ഞു ആനോഡും കാഥോഡും. ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്സിഡേഷൻ ഇവിടെ നടക്കുന്നത് ഏതാ? സോഡിയമാണ്. സോഡിയത്തിനാണ് ഒരാളെ ലൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. സോഡിയത്തിന് ഒരാളെ ലൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്റ്റേബിൾ ആവാൻ പറ്റും. പക്ഷെ ക്ലോറിൻ ആണെങ്കിൽ ഒരാളെ കിട്ടിയാൽ മാത്രമേ സ്റ്റേബിൾ ആവാൻ പറ്റൂ. അപ്പൊ റിഡക്ഷൻ ഇവിടെ സംഭവിക്കുന്നത് ആർക്കാ? ക്ലോറിനാണ്. നമുക്കറിയാം Na പ്ലസും Cl മൈനസ് ആണ്. എന്റെ മക്കള് പഴയ അതായത് 9th 8th പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഓക്സിഡേഷൻ മറ്റേ ഗാൽവനിക് സെല്ല് പറഞ്ഞപ്പോ മിസ് പറഞ്ഞു ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവും കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന്. പക്ഷെ ഇലക്ട്രോലൈറ്റിക് സെല്ല് വരുമ്പോൾ ആനോഡ് എന്ന് പറയുന്ന പോസിറ്റീവ്, കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. മക്കൾക്ക് മാറിപ്പോകരുത്. എക്സാംസിന് ചോദിക്കുമ്പോൾ എന്താണ് NaCl ഓഫ് മോൾട്ടൺ സ്റ്റേജ് ഓഫ് ആനോഡ് റിയാക്ഷൻ ഏതാണ്? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? ഇങ്ങനെയൊക്കെയാണ് എക്സാമിന് ചോദിക്കുക. അപ്പം ഏത് സെല്ലാണെന്ന് നോക്കണം. ഗാൽവനിക് സെല്ലാണോ ഇലക്ട്രോലൈറ്റിക് സെല്ലാണോ ചോദിച്ചേക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. അപ്പൊ മിസ് പറഞ്ഞു NaCl എടുത്തു. നമുക്കറിയാം ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് കാഥോഡ് ആണ്, പോസിറ്റീവ് എന്ന് പറയുന്നത് ആനോഡ് ആണെന്ന് മിസ് പറഞ്ഞു. അപ്പൊ ഈ സോഡിയം വന്നിട്ട് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? നമ്മുടെ ക്ലോറിൻ വന്നിട്ട് എവിടാണ്? ആനോഡിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഗ്യാസ് ഫോമിലാണ് വരിക. അതായത് ഡെപ്പോസിറ്റ് ചെയ്യല്ല, ഗ്യാസ് ആണ് ഫോം ചെയ്യുക. അത് എവിടെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മുടെ ആനോഡിലായിരിക്കും. ഓക്കെ ആണല്ലോ. നമ്മുടെ ആനോഡ് കാഥോഡില് മിസ് എന്താ പറഞ്ഞ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സോഡിയം ആയിരിക്കും. സോഡിയം വന്നിട്ട് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? കാഥോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മുടെ ക്ലോറിൻ്റെ അവിടെ ഗ്യാസ് ഫോം ആണ് ഉണ്ടാവുക. അതായത് ഗ്യാസ് ആയിട്ടായിരിക്കും നമ്മുടെ ക്ലോറിൻ നിൽക്കുക. അത് ആനോഡ് സൈഡിലാണെങ്കിൽ നിൽക്കുക. ഇതാണ് നമ്മുടെ മോൾട്ടൺ NaCl എന്ന് പറയുന്നത്. ഇതും വാട്ട് ഈസ് മോൾട്ടൺ, എക്സ്പ്ലെയിൻ മോൾട്ടൺ NaCl ഓഫ് ഇലക്ട്രോലൈറ്റിക് സെൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ ആണല്ലോ. ഇനി മിസ് പറയാൻ പോകുന്നത് അതാണ് മിസ് ആദ്യം പറഞ്ഞു. ഇത് നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ് മിസ് പറഞ്ഞത്. പടം ആദ്യം പഠിക്കുക, അത് വെച്ചിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മറന്നു പോകില്ല. നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റും. മിസ് ആദ്യം പറഞ്ഞ എന്താ? സോളിഡ് സ്റ്റേറ്റ് NaCl ഡസ്റ്റിൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് പൊസിഷൻ ആയതുകൊണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ മോൾട്ടൺ NaCl എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിന് അയോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ 2 ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് ആണ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എവിടെ? NaCl സൊല്യൂഷനകത്ത്. അത് നമ്മൾ DC കറണ്ടുമായിട്ട് കണക്ട് ചെയ്തു വയർ വെച്ചിട്ട് എന്നുള്ളതാണ് 3rd പോയിന്റ് ആയിട്ട് മിസ് പറഞ്ഞത്. പിന്നെ മിസ് പറഞ്ഞത് ക്ലോറിൻ ഗ്യാസ് അതൊരു ഗ്രീൻ കളറിലായിരിക്കും. ക്ലോറിൻ ഗ്യാസ് എന്ന് പറയുന്നത് എന്ത് കളറിലാണ്? ഗ്രീൻ കളറിൽ ക്ലോറിൻ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. എവിടെ? ആനോഡിലാണ് അതുണ്ടാവുക. ക്ലോറിൻ ഗ്യാസ് കാണപ്പെടുന്നത് ആനോഡിലും Na ഫോം ചെയ്തിരിക്കുന്നത് കാഥോഡിലുമാണ്. മാറിപ്പോവരുത് മക്കൾക്ക്. ഇനി നമ്മുടെ റിയാക്ഷൻ, ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും പറഞ്ഞു. നമുക്ക് 2 ഇലക്ട്രോൺസിനെ കിട്ടിയാൽ മാത്രമേ ആർക്ക് Cl2+ എന്ന് പറയാൻ പറ്റൂ അല്ലെ. അതുകൊണ്ട് 2Cl എന്ന് പറയുന്നത് മൈനസ് എന്ന് പറയുന്നത് Cl2+ 2 ഇലക്ട്രോൺസ് ആണ്.
അതേപോലെ തന്നെ Na++1 ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നതുകൊണ്ടാണ് Na കിട്ടുന്നത്. Na+ വരുന്നത് അതുകൊണ്ടാണ്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ഇത് കാഥോഡ് റിയാക്ഷൻ ആണ്. മുകളിൽ എഴുതിയത് ആനോഡ് റിയാക്ഷൻ ആണ്. ഇത് രണ്ടും അറിയാം. സെൽ റിയാക്ഷൻ ചോദിച്ചാലും അറിയാമല്ലോ, ഗാൽവനിക് സെല്ലിൽ നമ്മൾ പഠിച്ചതല്ലേ. ഓക്കെ, എന്റെ മക്കൾക്ക് അറിയാം. ഇനി മിസ് പറയാൻ പോകുന്നത് എന്താ, നമ്മൾ അക്വസ് സൊല്യൂഷൻ ഓഫ് NaCl ആണ്. നമ്മൾ മോൾട്ടൺ സൊല്യൂഷൻ ഓഫ് NaCl പറഞ്ഞു, അല്ലെങ്കിൽ മോൾട്ടൺ NaCl പറഞ്ഞു. ഇനി അക്വസ് NaCl ആണ് പറയുന്നത്. ഇലക്ട്രോലൈറ്റിക് സീരീസിനകത്ത് 2 ടൈപ്പ് ഉണ്ട്. ഗാൽവനിക് സെൽ, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഗാൽവനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും. ഈ ഇതിൽ തന്നെ ഗാൽവനിക് സെല്ല് കഴിഞ്ഞ് ഇലക്ട്രോലൈറ്റിക് സെല്ല് 2 എണ്ണം ഉണ്ട്. ഏത്, മോൾട്ടൺ NaClഉം അക്വസ് NaClഉം. നമ്മൾ മോൾട്ടൺ NaCl പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന അക്വസ് NaCl. അക്വസ് NaClന്റെ കേസിലും നമുക്കൊരു ഫിഗർ ഉണ്ട്. ഈ ഫിഗറിനെ നമ്മൾ മാറ്റാവും. വോൾട്ടേജ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത്. മക്കൾക്കറിയാം. ആ മീറ്റർ യൂസ് ചെയ്യുന്നത് എന്താ, ഇലക്ട്രോൺസിനെ അറിയാൻ വേണ്ടി. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ അതും ബാറ്ററി ആയിട്ട് 2 ഗ്രാഫൈറ്റ് ഇലക്ട്രോൺസ് എടുത്തു. ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ്. ആനോഡാണ് നെഗറ്റീവ്, കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ? നിങ്ങൾ പറ. ഗാൽവനിക് സെല്ല് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചതല്ലേ, ഗാൽവനിക് സെല്ല് ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും. അപ്പോൾ ഇവിടെ ഏതാ, ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും. ഓക്കെ ആണല്ലോ. ഇത് കാഥോഡാണ്, ഇത് കാഥോഡാണ് ഈ സൈഡ്, ഇത് ആനോഡും ആണ്. ഓക്കെ ആണല്ലോ. ആനോഡാണ് പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവ്. ഓക്കെ ആണല്ലോ. മറന്നു പോകരുത്, തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോകാനുള്ള എല്ലാ ചാൻസസും നമുക്കുണ്ട്. നമുക്കൊരിക്കലും തിരിഞ്ഞു പോകരുത്. ഇവിടെ നമ്മൾ NaCl അക്വസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപ്പുവെള്ളം കലക്കി വെച്ചിരിക്കുന്നു. അതിനകത്ത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആളും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് റിയാക്ടിവിറ്റി സീരീസ് വെച്ച് പറയുമ്പോൾ ഹൈഡ്രജനെക്കാട്ടി മുകളിലാണ് നമ്മുടെ സോഡിയം കിടക്കുന്നത് അല്ലേ. മിസ് കാണിച്ചു തരാം. ഇങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടാണ് മക്കളോട് പറഞ്ഞത് റിയാക്ടിവിറ്റി സീരീസ് എന്താ കാണാതെ പഠിച്ചേ പറ്റൂ. നമ്മുടെ ഹൈഡ്രജനെക്കാട്ടി മുകളിലാണ് സോഡിയം കിടക്കുന്നത് അല്ലേ. അപ്പൊ സോഡിയത്തിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആണോ റിയാക്ടിവിറ്റി കൂടുതൽ? സോഡിയത്തിനാണ്. മിസ് പറഞ്ഞു ഹൈഡ്രജന് മുകളിൽ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താണ്, ഹൈ റിയാക്ടിവിറ്റി ആണ്. അതായത് റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. ഹൈഡ്രജന് താഴെയുള്ള ആൾക്കാർക്കോ റിയാക്ടിവിറ്റി കുറവാണ്. അതായത് റിയാക്ട് ചെയ്യാനുള്ളത്, അതായത് കേപ്പബിലിറ്റി കുറവാണ്, ടെൻഡൻസി കുറവാണെന്ന് നമുക്ക് പറയാം. അക്വസ് സൊല്യൂഷൻ എടുത്തില്ലേ, അക്വസ് സൊല്യൂഷൻ പറഞ്ഞു നമ്മൾ മോൾട്ടൺ NaCl പറഞ്ഞു അക്വസ് സൊല്യൂഷൻ ആണ്. അക്വസ് സൊല്യൂഷനിൽ നോക്കിയാൽ നമ്മൾ 2 കാഥോഡും ഉണ്ട് ആനോഡും ഉണ്ട് അല്ലെ. ആ 2 ആനോഡിൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നുണ്ട് അല്ലെ, ക്ലോറിൻ Na പോസിറ്റീവ്. ഈ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ടെന്ന്, സോഡിയത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതലെന്ന് മിസ് പറഞ്ഞു. അപ്പൊ വെൻ ഇസ് സൂട്ടബിൾ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അക്രോസ് ദ ഇലക്ട്രോലൈറ്റ് ടു ദ സെല്ല്. നമ്മൾ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് സെല്ലിലേക്ക് കൊടുക്കുന്നു. സെല്ലിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഈ NaCl അക്വസ് സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. ആ അക്വസ് സൊല്യൂഷന് ചേഞ്ചസ് ഉണ്ടാവും. ചേഞ്ചസ് ഉണ്ടായിട്ട് നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. ആനോഡും കാഥോഡിലുള്ള റിയാക്ഷൻ നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് ആയിട്ട്. അതല്ല, ആനോഡിലെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ക്ലോറിൻ ഗ്യാസ്. നമുക്കറിയാം NaCl, മോൾട്ടൺ NaCl പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്തിനാണ്, ഏതിലാണ് ഗ്യാസ് ഫോം ചെയ്യുന്നത്, ക്ലോറിൻ ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ മിസ്? അതെ, മിസ് അത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ NaClന്റെ മോൾട്ടൺ NaCl എന്ന് പറയുമ്പോൾ Na+ഉം Cl- ആണെന്ന് പറഞ്ഞു. ഇത് കാഥോഡ്, ഇത് ആനോഡ് എന്ന് മിസ് പറഞ്ഞു. അങ്ങനെ വരുമ്പോ മിസ് പറഞ്ഞില്ലേ ഇത് ക്ലോറിൻ ഗ്യാസ് ആണ് നമുക്കിവിടെ ഫോം ചെയ്യുന്നതെന്ന് മിസ് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ആനോഡിനകത്ത് എന്താണ് ഫോം ചെയ്യുന്നത്, ക്ലോറിൻ ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്. എന്താണ് ഫോം ചെയ്യുന്നത്, ക്ലോറിൻ ഗ്യാസ്, മറക്കരുത്. ഇനി നമ്മുടെ കാഥോഡിൽ ഫോം ചെയ്ത ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഏതാണ് ഹൈഡ്രജൻ ഗ്യാസ് എവിടെ ഫോം ചെയ്യുന്നത്, കാഥോഡിൽ. ആനോഡിൽ ഫോം ചെയ്തത് ക്ലോറിൻ ഗ്യാസ്. ഓക്കെ ആണല്ലോ. 2Cl- gives Cl2+ 2 ഇലക്ട്രോൺസ് ആണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ആനോഡ് റിയാക്ഷൻ എന്ന് എഴുതണം. ആനോഡ് എന്ന് മിസ് എഴുതിയ പോലെ എഴുതരുത്, ആനോഡ് റിയാക്ഷൻ എന്ന് എന്റെ മക്കൾ എഴുതണം. ഇനി കാഥോഡ് റിയാക്ഷൻ എന്താ, 2H2+ 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുമ്പോൾ H2+ 2OH- വരും. 2OH ഹൈഡ്രജൻ ഗ്യാസ് അവിടെ പ്രോഡക്റ്റ് കിട്ടും. ഈ കിട്ടിയേക്കുന്നത് എന്താ, പ്രോഡക്റ്റ് ആണ്. PDT എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആണ്. PDT എന്ന് പറയുന്ന മക്കളെ ഓർക്കണം, പ്രോഡക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് 2 പ്രോഡക്റ്റ് കിട്ടും, ക്ലോറിൻ ഗ്യാസും കിട്ടും, ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. ഓക്കെ ആണല്ലോ, മറക്കരുത്.
നമ്മൾ ഇലക്ട്രോപ്ലേറ്റിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതേപോലെ ഈ ഫിഗർ നിങ്ങൾ വരയ്ക്കണം. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സ്വിച്ച്, ബാറ്ററി, നമ്മുടെ അയൺ റിങ്, CuSO4 സൊല്യൂഷൻ, അതേപോലെ കോപ്പർ. CuSO4 സൊല്യൂഷൻ എന്താ? കോപ്പർ സൾഫേറ്റ് ആണ്, കോപ്പർ ആണ്. നമ്മൾ കോപ്പർ പ്ലേറ്റ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കി വെക്കുന്നു. ഇവിടൊക്കെ എന്താ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. ഓക്കെ ആണല്ലോ. ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് നമ്മൾ കോപ്പർ പ്ലേറ്റ് ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ ഒരു അയൺ റിങ്ങും കൂടെ ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ മിസ് പറയാം, മിസ്സിന്റെ കയ്യിൽ ഇതാ ഇതൊരു ആണിയാണ്. ഈ ആണി ഞാൻ കുറച്ച് നാളെന്ത് വീടിന് പുറത്തേക്ക് ഇട്ടു. വെറുതെ നമ്മുടെ അയ്യോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പുറത്തെ ഏരിയാസ് ഉണ്ടല്ലോ, ഓപ്പൺ ഏരിയയിലേക്ക് മിസ് കുറച്ച് നാള് എന്തിട്ടു? അയൺ ഇട്ടു കഴിയുമ്പോൾ നല്ല ഫ്രഷ് പുതിയ ഒരു ആണിയാണ് മിസ് ഇട്ടേക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇട്ട രീതിയിലാണോ നമുക്കത് കിട്ടത്തില്ല. കാര്യം എന്താ? ഓക്സിഡേഷൻ ഒക്കെ നടന്ന് എന്ത് ചെയ്യും? തുരുമ്പ് പിടിക്കും അല്ലെ? നമ്മുടെ അയൺ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും അല്ലെ? ആ നെയിലിന്റെ പുറത്ത് മൊത്തം തുരുമ്പ് എടുത്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ നല്ല പുതുപുത്തൻ നെയിലായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് നാള് പുറത്തിടുമ്പോൾ മഴയും വെയിലും എല്ലാം അടിച്ചിട്ട് അത് ആകെ നാശമായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും അല്ലെ? അത് തടയാൻ വേണ്ടിയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് കൊടുക്കുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്തിനാ കൊടുക്കുന്നത്? കൊറോഷൻസ് തടയാൻ വേണ്ടി, അതായത് തുരുമ്പെടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. മിസ് കാണിച്ചു തരാം. Electroplating is the process of coating a layer of one metal to another metal through electrolysis. ഇലക്ട്രോളിസിസ് വഴി നമ്മൾ ഒരു മെറ്റലിന്റെ പുറത്ത് ഒരു മെറ്റലിന്റെ ലെയറും കൂടെ കോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഗോൾഡ് നമ്മൾ പ്ലേറ്റ് ചെയ്യില്ലേ, അതേപോലെ എന്തിനാ നമ്മൾ ഗോൾഡ് പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്? ഗോൾഡ് പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് എന്തിനാണ്? ഗോൾഡിനെ നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ? അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പ്ലേറ്റ് ചെയ്യും? നമ്മളിപ്പോ ഉദാഹരണം മിസ് പറഞ്ഞില്ലേ, ആണി, അത് പ്ലേറ്റ് ചെയ്യില്ലേ? അതും നമ്മൾ പ്ലേറ്റ് ചെയ്യും. ഒരു എലമെന്റ് വെച്ചിട്ട് നമ്മളൊന്ന് കോട്ട് ചെയ്ത് വിടും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോഷൻസ് തടയാൻ. അതായത് ഓക്സിഡേഷൻ നടന്ന് പാണി എടുക്കുമ്പോൾ തുരുമ്പെടുത്ത് ആകെ നാശം നമുക്ക് അത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാ. ഈ നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ദ ഒബ്ജക്റ്റ് ടു ബി കോട്ടഡ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ. അതായത് നെഗറ്റീവ് സൈഡ് ബാറ്ററിക്ക് എന്തൊക്കെ ഉണ്ട്? ഇതൊരു ബാറ്ററിയാണ് എടുക്കാം. ഇതൊരു ബാറ്ററിയാണ്. ഈ ബാറ്ററിക്ക് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് അല്ലേ? ഈ നെഗറ്റീവ് സൈഡില് നമ്മൾ എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് ടു ബി കോട്ടഡ്, അതായത് കോട്ട് ചെയ്ത ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? നെഗറ്റീവ് സൈഡിൽ കണക്ട് ചെയ്യും. ഇനി മെറ്റൽ വിച്ച് യൂസ്ഡ് ഫോർ കോട്ടിങ്, അതായത് നമ്മൾ ഈ നെഗറ്റീവ് സൈഡിൽ കോട്ട് ചെയ്തേക്കുന്ന എന്താ? ഒരു മെറ്റല്. നമ്മൾ നെയ്യിലെടുത്തു. നെയ്യില് നമ്മള് അതായത് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി നെയ്യിൽ എന്ത് ചെയ്യും? അതിന് കോട്ട് ചെയ്യും. ഈ നെയ്യിലാണ് നെഗറ്റീവ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെ കണക്ട് ചെയ്യുക. ഈ നെഗറ്റീവ് സൈഡിൽ കണക്ട് ചെയ്യുന്ന എന്തായിരിക്കും? നമ്മൾ എടുക്കുന്ന ആണിയായിരിക്കും. ഈ ആണി തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ലെയർ കൊടുക്കത്തില്ലേ മെറ്റല്, അതിനെ നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവ് സൈഡിലായിരിക്കും കണക്ട് ചെയ്യുക. പോസിറ്റീവ് സൈഡ് മക്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റ് ആണ്. ഏത് മെറ്റൽ വെച്ചിട്ടാണ് നമ്മൾ ക്ലോട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പോസിറ്റീവ് സൈഡിൽ എടുക്കുന്നത്. അതാണ് മിസ് ചെയ്തത്. ദ ഒബ്ജക്റ്റ് ടു ബി കോട്ടഡ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് സൈഡ് ആൻഡ് മെറ്റൽ വിച്ച് യൂസ്ഡ് ഫോർ കോട്ടിംഗ് ഈസ് പോസിറ്റീവ് ടെർമിനൽ. ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് സൈഡ് ഉണ്ട്. നമുക്ക് സൈഡ് എന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് പൊസിഷൻ എന്ത് ടെർമിനൽ എന്നോ എന്ത് വേണേലും നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗും കൂടെ കഴിഞ്ഞ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോളിസിസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇലക്ട്രോളിസിസിന്റെ ആപ്ലിക്കേഷൻ ആണെന്ന് മക്കള് ഓർക്കണം. അപ്പൊ നമ്മൾ ഈ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ? നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഗാൽവനിക് സെല്ലാണ്. ആ ഗാൽവനിക് സെല്ല് എങ്ങനെയാണ്, അതിൽ ആനോഡ് റിയാക്ഷൻ എങ്ങനെയാണ്, കാഥോഡ് റിയാക്ഷൻ എങ്ങനെയാണ്, അതേപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോലിസിസ് ആണ്. ഇലക്ട്രോലിസിസ് സെൽസ് അതെങ്ങനെയാ, മോൾട്ടൺ NaCl എങ്ങനെയാ, അക്യൂസ് NaCl എങ്ങനെയാന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇത് അവിടെയും ആനോഡ് റിയാക്ഷൻ എങ്ങനെയാണ്, കാഥോഡ് റിയാക്ഷൻ എങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രോലിസിസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഇലക്ട്രോപ്ലേറ്റിംഗ്. അത് നമ്മൾ കഴിഞ്ഞു. ഈ ചാപ്റ്റർ നമുക്ക് ഇത്ര ഉള്ളു. അപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെ ആയിരിക്കും? നമുക്കൊരു സെല്ല് തരും അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കുക എന്താ? ആനോഡ് റിയാക്ഷൻ ഏതാ, കാഥോഡ് റിയാക്ഷൻ ഏതാ, ഓക്സിഡേഷൻ എങ്ങനെയാ,
അല്ലെങ്കിൽ റിഡക്ഷൻ എങ്ങനെ, എന്റെ മക്കൾക്ക് ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ അറിയാം അല്ലെ. ഈ ചാപ്റ്റർ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ എന്താ വിളിക്കുക, റിഡോക്സ് റിയാക്ഷൻ എന്നാ വിളിക്കുക അല്ലെ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ 10 മാർക്ക് സെറ്റ് അല്ലേ ഈ ചാപ്റ്ററിന്റെ. അപ്പൊ ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചാപ്റ്റർ കാണുന്നവരെ ഓക്കെ ബൈ.